السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ഏത് സന്ദർഭത്തിലും മുന്നോട്ട് പോകുവാനും അതേ രീതിയിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുവാനും സൗഭാഗ്യം സിദ്ധിക്കപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നിലനിൽക്കുവാനും അതുപോലെ തന്നെ പരസ്പരമുള്ള കാരുണ്യം നിലനിർത്തുവാനും വിശ്വാസികൾ നിലനിർത്തുവാൻ ആവശ്യമായ ഒട്ടേറെ ഉദാത്തമായ ഗുണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പരമപ്രധാനമായ ഒരു ഗുണമാണ് അറബിയിൽ അൽ ഈസാർ എന്ന് പറയുന്നത്. ഈസാർ എന്ന് പറഞ്ഞാൽ തന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കപ്പുറം തന്റേതായ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുവാനുള്ള മാനസികമായ ഒരു വിശാലത നേടുക എന്നതാണ്. തന്റെ പ്രയാസങ്ങളെ അവഗണിച്ചുകൊണ്ടും തന്റേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ തന്നെയും മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു വലിയ സ്വഭാവം, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കിട്ടിയ മഹാന്മാർക്ക് മാത്രം സാധ്യമാകുന്ന അത്യുന്നതമായ പദവി. ഇസ്ലാം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെയൊക്കെ പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും അത്യുന്നതമായ പദവി എന്ന് പറയുന്നത് തന്റെ താല്പര്യങ്ങളെക്കാൾ അള്ളാഹുവിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകുക എന്നതാണ് അതിന്റെ ഉന്നതമായ പദവി. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഏറ്റവും വലുത്. അവൻ എന്നെ ഇഷ്ടപ്പെടലും അവൻ എന്നെ
തൃപ്തിപ്പെടലുമാണ് ഏറ്റവും വലുത്. ആ ബോധമാണ് ഒരു മനുഷ്യനെ തന്റെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പലപ്പോഴും പരിഗണിക്കുവാൻ പ്രേരണ നൽകുവാൻ നിമിത്തമാകുന്ന ഏറ്റവും അത്യുന്നതമായ സ്വഭാവം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ മദീന പള്ളിയുടെ ചെരുവിൽ താമസിച്ചിരുന്ന ഒട്ടേറെ ഫുഖറാക്കൾ ഉണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു. മദീനയിലെ പള്ളിയുടെ ഒരു ചെരുവിൽ ഇന്നും നമുക്ക് അടയാളപ്പെടുത്തിയതായി കാണാം അഹ്ലുസുഫയുടെ ആളുകൾ താമസിച്ചിരുന്ന ഒരു തിണ്ണ. മസ്ജിദുൻ നബവിയുടെ മുൻഭാഗത്ത് പള്ളിക്കകത്ത് തന്നെ പാവങ്ങളായ മുഹാജിറുകളായ പാവപ്പെട്ടവരായ ആളുകൾ പാർത്തിരുന്ന വളരെ പ്രത്യേകമായ എല്ലാവരുടെയും പരിഗണന കിട്ടേണ്ടിയിരുന്ന വലിയ മഹാന്മാരായ ആളുകൾ, വളരെ പരമര ദരിദ്രരായ ആളുകൾ, അഹ്ലുസുഫ എന്നാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. തിണ്ണയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ പള്ളിയിലായിരുന്നവരുടെ എല്ലാം ഒന്നും വേറെയില്ല, അത്രക്ക് ദരിദ്രരായ ആളുകൾ. ആ ആളുകളുടെ കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യത്തെക്കാളും അവിടുത്തെ കുടുംബങ്ങളുടെ കാര്യത്തെക്കാളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടുന്ന് പലപ്പോഴും വീട്ടിൽ ഭാര്യമാരോട് പറഞ്ഞിരുന്നു, ലാ ഉഅതീകും വഅദഉ അഹ്ലസുഫ തലവ്വാ ബുതൂനുഹും മിനൽ ജൂഅ്. അഹ്ലുസുഫയുടെ ആളുകൾ വിശപ്പ് കാരണത്താൽ വയറും ചുരുണ്ട് കിടന്നുറങ്ങുമ്പോൾ, വയറു ചുരുട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് മുഴുവൻ അവർക്കാണ് നൽകിയിരുന്നത് പലപ്പോഴും എന്ന് ഹദീസിൽ കാണാം. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാനായ നേതാവിന്റെ ഏറ്റവും വലിയ കാരുണ്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി നിലനിർത്തിയെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആര് ചോദിച്ചാലും അതിന് പ്രത്യേകമായ നിലക്കുള്ള ഒരു പരിഗണന, ചോദിക്കുന്നത് എന്തും എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം, അത്രത്തോളം ഉയർന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സഹോദരി കടന്നു വരികയാണ്. പ്രവാചകൻ ഒരു പുതിയ ഒരു വസ്ത്രം അവര് സമ്മാനിക്കുകയാണ്. ഒരു നല്ല പുതിയ ഒരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു സഹാബ വനിത സമ്മാനിക്കുകയാണ്. എന്നിട്ട് ആ സഹാബ വനിത നബിയോട് ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് അങ്ങേക്ക് ഞാൻ ധരിപ്പിക്കുകയാണ്, ഇത് അങ്ങുടുത്ത് കാണണം. അങ്ങനെ ഫഅഖദഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹ്താജൻ ഇലൈഹാ ഫലബിസഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം അതിലേക്ക് ആവശ്യമുള്ള നിലക്ക് തന്നെ നബി അത് സ്വീകരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചു. ആ വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ നല്ല ഭംഗി. ആ സമയത്ത് ഫറആഹാ അലൈഹി റജുലുൻ മിനസ് സഹാബ, സഹാബാക്കളിൽപ്പെട്ട ഒരാൾ ഇത് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഒരു പുതിയ വസ്ത്രം കാണുകയാണ്. ആ സഹാബി ഉടനെ ചെന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അഹ്സന ഹാദി, എന്തൊരു നല്ല ഭംഗിയുള്ള വസ്ത്രമാണ്, എന്തൊരു കാണാൻ മൊഞ്ചുള്ള ചേലുള്ള വസ്ത്രമാണ്. ഫഖുസ്നീഹ, എനിക്ക് തരുമോ, അതെനിക്ക് ധരിപ്പിക്കൂ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിക്കുകയാണ്. അതെനിക്ക് തരുമോ എന്നാണ് ചോദ്യം. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, എടുത്തോ, നീ എടുത്തോ. പ്രവാചകൻ ആവശ്യപൂർവ്വം ആഗ്രഹപൂർവ്വം തന്നെ വാങ്ങിയതാണ്, ആഗ്രഹത്തോടെ അവിടുന്ന് ധരിച്ചത് തന്നെയാണ്. പക്ഷേ തന്റെ അനുചരൻ ചോദിച്ചപ്പോൾ അതെടുത്തു കൊടുക്കുകയാണ്. ഫലമ്മാ ഖാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സ് വിട്ട് എഴുന്നേറ്റ് പോയപ്പോൾ ലാമഹു വസ്ഹാബുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ ഈ ആവശ്യപ്പെട്ട മറ്റേ സഹാബിയെ ആക്ഷേപിക്കാൻ തുടങ്ങി. മാ അഹ്സൻത, നീ ചെയ്തത് ശരിയായില്ല, നീ ചെയ്തത് നന്നായില്ല. ഹീന റഅയ്ത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദഹ മുഹ്താജൻ ഇലൈഹാ സുമ്മ സഅൽതഹു ഇയ്യാഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയത് നീ കണ്ടില്ലേ, അവിടുത്തേക്ക് അത് ആവശ്യമാണെന്ന് നിനക്കറിയില്ലേ,
അവിടുന്ന് അത് ധരിച്ചത് നീ കണ്ടില്ലേ? സുമ്മ സഅൽതഹു ഇയ്യാഹ, പിന്നെ നീ അത് എന്തിന് നബി തങ്ങളോട് ചോദിച്ചു? നിനക്കറിയില്ലേ? വഖദ് അറഫ്ത, നിനക്ക് നന്നായി അറിയില്ലേ? അന്നഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്അലു ശൈഅൻ ഫയംനഉഹു, ചോദിച്ചാ തരാതിരിക്കൂലെന്നറിയില്ലേ? ചോദിച്ചാ തരാതിരിക്കൂല, മുടക്കൂലെന്നറിയില്ലേ? അറിഞ്ഞുകൊണ്ട് എന്തിന് നീ അത് ചോദിച്ചു? മോശമായി പോയി, നീ ചെയ്തത് ശരിയായില്ല എന്ന് ഈ സഹാബിയെ മറ്റു സഹാബിമാരെല്ലാം കൂടി ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ഫഖാല, ഈ സഹാബി പറഞ്ഞു, റജൗതു ബറകതഹാ ഹീന ലബിസഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅല്ലി യുകഫനു ഫീഹാ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സ്വഹാബി പറയുകയാണ്, എനിക്ക് ആ പ്രത്യേകമായ ആ വസ്ത്രത്തോട് കൊതിയുണ്ടായിട്ടല്ല ഞാനത് ആവശ്യപ്പെട്ടത്. റജൗതു ബറകതഹാ, അതിന്റെ ബറക്കത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ ബറക്കത്ത് എനിക്ക് കിട്ടാനാണ്. ഹീന ലബിസഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പുതച്ച, അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച ഒരു വസ്ത്രം, ആ വസ്ത്രം പ്രവാചകന്റെ തിരുമേനി സ്പർശിച്ചിട്ടുള്ള വസ്ത്രത്തിന് ബറക്കത്തുണ്ടല്ലോ. ലഅല്ലി യുകഫനു ഫീഹാ, ഞാൻ മരിച്ചാൽ എന്നെ അതിൽ കഫൻ പൊതിയണം, എന്റെ കഫൻ പുടവയായിട്ടത് മാറണം എന്ന ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അത് വാങ്ങിയത് എന്ന് ആ സഹാബി പറയുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, ചോദിക്കുന്നതെന്തും ചോദിച്ചു വരുന്നവനോട് മടക്കി വിരട്ടരുത് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് പുലർത്താൻ കഴിഞ്ഞ മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായിരുന്നു അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, അത് കൊടുത്തു. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം, അവിടുത്തെ ശരീരത്തിലുള്ള മുടി, അതുപോലെ തന്നെ അവിടുത്തെ ശരീരം തൊട്ട വസ്ത്രം, ഇതിനൊക്കെ ബറക്കത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലരും ആ പേരിൽ പല വസ്തുക്കൾ കൊണ്ടുവന്ന് ചൂഷണം നടത്തുന്നുണ്ടെങ്കിലും, കോടികൾ പിരിക്കുന്നുണ്ടെങ്കിലും, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലേ അല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം സ്പർശിച്ച ഒരു വസ്തുവും ലോകത്തിന് നിലവിലില്ല. അവിടുത്തെ കൈ തൊട്ടതും ചുംബിച്ചതുമായ ഹജറുൽ അസ്വദ് അല്ലാതെ മറ്റൊന്നും ലോകത്തിനില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ തൊട്ട വസ്ത്രം ഈ സഹാബി ആഗ്രഹിക്കുന്നത്, എനിക്കതിന്റെ പുണ്യം കിട്ടണം, അതിന്റെ പ്രത്യേകത എനിക്ക് ലഭിക്കണം, അള്ളാഹു നൽകിയ പ്രത്യേകതയാണത്. അത് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ അതിൽ കഫൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാങ്ങുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ള സവിശേഷതകളൊന്നും ഒരാളും നിഷേധിക്കാൻ പാടില്ല. ആരും ഇവിടെ പ്രമാണങ്ങൾ പഠിച്ചവരാരും നിഷേധിക്കുന്നുമില്ല. അവിടുത്തെ തിരുമുടി, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടുത്തെ ശരീരം സ്പർശിച്ചിട്ടുള്ള ആ നിലക്കുള്ള വസ്തുക്കൾ, പക്ഷേ അത് ലോകത്തിനില്ല. ആരെങ്കിലും അത് എന്റെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അവൻ കളവാണ് പറയുന്നത്, അവൻ വഞ്ചനയാണ് നടത്തുന്നത്, അതിലൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകമായ, അവിടുത്തേക്ക് മാത്രം പ്രത്യേകമായ ഈ ഒരു പ്രത്യേകത എടുത്തു കാണിച്ചുകൊണ്ട് വഞ്ചനകൾ നടത്തുന്ന ആളുകൾ ലോകത്തുണ്ട്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉറപ്പുള്ള അന്ന് സഹാബിമാരതാണല്ലോ, അതുകൊണ്ടാണ് അവരത് ചെയ്തത്. ഇതുകൂടി സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതോ ആവട്ടെ സഹോദരന്മാരെ, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പരാമർശിക്കുന്നില്ല. നാം മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉന്നതമായ സ്വഭാവം ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ മറ്റൊരാൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം അത്യുന്നതമായ പദവി. അതുകൊണ്ട് തന്നെയല്ലേ സ്വർഗത്തിലെ അൽ ഫിർദൗസുൽ അല, അത്യുന്നതമായ പദവി, ആർക്കും ലഭിക്കാത്ത പദവി, ആർക്കും കൊടുക്കാത്ത പദവിയല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളത്. അത് അവിടുന്ന് സഹാബിമാർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. സഹാബിമാരോട് അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മൻ കാന മഅഹു ഫളലു ലഹിരിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ലഹറ ലഹു വമൻ കാന ലഹു ഫളലുൻ മിൻ സാദിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹു. ആരുടെയെങ്കിലും കയ്യിൽ ഒരു വാഹനമുണ്ടെങ്കിൽ, ആ വാഹനപ്പുറത്തൊരൽപ്പം സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ വാഹനമില്ലാത്ത സഹോദരനെ അതിൽ കയറ്റി കൊണ്ടുപോകട്ടെ. തന്റേതായ ആവശ്യങ്ങൾ പരിഗണിക്കും പോലെ മറ്റുള്ളവന്റെയും ആവശ്യങ്ങളെ പരിഗണിക്കട്ടെ. വമൻ കാന ലഹു ഫളലുൻ മിൻ സാദിൻ,
ആരുടെയെങ്കിലും കയ്യിൽ മിച്ചമുള്ള ഭക്ഷണമുണ്ടെങ്കിൽ ഫൽയഉദ് ബിഹി അലാ മൻ ലാ സാദ ലഹു, അതില്ലാത്തവൻ അവൻ നൽകിക്കൊണ്ടവൻ വലിയ പുണ്യം നേടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വന്തം ആവശ്യത്തെക്കാളും അപ്പുറം മറ്റുള്ളവരുടെ ആവശ്യത്തിന് പരിഗണന നൽകുക എന്ന അത്യുന്നതമായ ഈ പദവി, അത് പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ലോക ചരിത്രത്തിൽ അത് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് വളർന്നുപോയ ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബിമാരാണ്. നമുക്കറിയാം, എല്ലാം വിട്ടുകൊണ്ട് മക്ക വിട്ട് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ, അവർ നാട് വിട്ടവരാണ്, വീട് വിട്ടവരാണ്, സമ്പത്ത് ഉപേക്ഷിച്ചവരാണ്, എല്ലാം ഉപേക്ഷിച്ച് വെറും ധരിച്ച വസ്ത്രവുമായി മദീനയിൽ എത്തിയവരാണ് മുഹാജിറുകൾ. ആ ഒന്നുമില്ലാതെ വന്നവരായ ആളുകൾ, അവരിൽ മക്കയിൽ പണക്കാരായി ജീവിച്ചവരുണ്ട്, പാവപ്പെട്ടവരായി ജീവിച്ചവരുണ്ട്. പക്ഷേ ഏതാണ്ട് എല്ലാവരും വെറും കൈയോടെയാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്താ നമ്മൾ പറയാറുള്ളത് ചരിത്രത്തിൽ? അൻസാറുകൾ, അൻസാർ സഹായികൾ. ഇവിടെ നിന്ന് അഭയാർത്ഥികളായി മദീനയിലെത്തിയവരെ സഹായിക്കുന്ന മദീനയിലെ സ്വഹാബിമാർ അൻസാറുകൾ എന്നറിയപ്പെട്ടു. മുഹാജിരീങ്ങൾ പോയവർ, അവരെ സ്വീകരിച്ചവർ അൻസാറുകൾ. ആ അൻസാറുകൾ കാണിച്ച അവരുടെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകിയെന്ന് ഖുർആൻ ആ സ്വീകരണത്തെ സംബന്ധിച്ച് എമ്പാടും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു അവരെ സംബന്ധിച്ചു പറയുന്നു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വയുസിറൂന അലാ അൻഫുസിഹിം, അവർ തങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തു. അത് അക്ഷരാർത്ഥത്തിൽ അവർ ചെയ്തു. അവരുടെ കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യം അവർ പരിഗണിച്ചു. വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു, കൃഷിയിടം പകുത്തു കൊടുത്തു, ബിസിനസ്സിൽ പങ്കാളികളാക്കി, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഏതൊക്കെ ഈ വന്നവരായ ആളുകൾക്ക് സഹായം വേണോ എല്ലാം അവർ കൊടുത്തു. അതുകൊണ്ടാണ് ആ അൻസാറുകളെ സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ നമ്മൾ ഇന്നും ആ ഖുർആനികമായ ആയത്തോതിക്കൊണ്ട് കൂലി നേടുന്നില്ലേ? അൻസാറുകൾ ചെയ്ത വലിയ ത്യാഗം, അത് നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്ത് പുണ്യം നേടുകയാണ്. അതെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും എത്രത്തോളം അത് പ്രവാചകന്റെ അനുജനന്മാരിൽ ഏശി എന്നാണ് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ ഒരൊറ്റ ഉദാഹരണം ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിച്ച ഏറ്റവും വലിയ ഒരു ചരിത്രം നമുക്ക് സഹീഹ് മുസ്ലിമിൽ കാണാം. ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ്, ഇന്നി മജ്ഹൂദുൻ. എന്താ അതിന്റെ അർത്ഥം? അസാബനിൽ ജുഹദ വൽ മശഖ വൽ ഹാജ വസൂഅൽ ഐശി വൽ ജൂഅ്. നബിയേ, ജീവിതത്തിൽ വലിയ പ്രയാസമാണ്, ഞെരുക്കമുള്ളവനാണ്, വിശക്കുന്നുണ്ട്, പ്രയാസമുണ്ട്, ഒന്നുമില്ല കയ്യിൽ, അല്ലാതെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് കയറി വരികയാണ്. കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഭാര്യമാരുടെ അടുത്തേക്കൊക്കെ ആളെ പറഞ്ഞയച്ചു. എന്തെങ്കിലും ഉണ്ടോ വീട്ടില്? ഭാര്യമാരുടെ ഒക്കെ മറുപടി, നമ്മുടെ ഉമ്മമാരുടെ ഒക്കെ മറുപടി, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഇൻദി ഇല്ലാ മാ. വെള്ളമല്ലാതെ ഇവിടെ ഒന്നുമില്ല, പച്ചവെള്ളമല്ലാതെ ഇവിടെ ഒന്നുമില്ല. എല്ലാവരുടെയും മറുപടി അതാണ്. ആ അവസരത്തിൽ അതാ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ യുദീഫു ഹാദൽ ലൈലത റഹിമഹുല്ലാഹ്. ഈ അതിഥിയെ ഇന്നത്തെ ദിവസം അതിഥി സൽക്കാരം നടത്തിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തയ്യാറുള്ളവരെ, കഴിവുള്ളവരാരുണ്ട്? റഹിമഹുല്ലാഹ്, അല്ലാഹു അവനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദുആ ചെയ്യുകയാണ്. ഫഖാമ റജുലുൻ മിനൽ അൻസാർ. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ തയ്യാറാണ്, ഞാൻ കൊടുത്തോളാം ഭക്ഷണം. അങ്ങനെ അദ്ദേഹം അതാ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, ഹല്ലിന്തകി ശൈഉൻ,
വല്ലതുമുണ്ടോ ഇവിടെ കൊടുക്കാൻ? നമുക്കൊരു അതിഥിയുണ്ട്, വല്ലതും വീട്ടിലുണ്ടോ? അവര് പറയുന്നു ലാ ഇല്ലാ ഖൂതു സിബിയാനി, നമ്മുടെ കുട്ടികൾക്ക് കരുതി വെച്ച ഭക്ഷണമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ അൻസാരിയായ സഹാബി പറയുന്നു എങ്കിൽ ഫഅല്ലിലീഹിം ബിശൈഇൻ, നീ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ഉറക്കണം, കുട്ടികളെ നീ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വേഗം അങ്ങ് കെടുത്തുറക്കണം. അങ്ങനെ ഫൈദാ ദഖല ദൈഫുനാ ഫാത്ഫിഇസ് സിറാജ്, നമ്മുടെ ഗസ്റ്റ് വീട്ടിലേക്ക് കയറി വന്നാൽ നീ വിളക്ക് അണക്കണം. വരീഹി അന്നാനകുലു, അങ്ങനെ അദ്ദേഹവും നമ്മളും ഒന്നിച്ചിരിക്കുമ്പോൾ ഭക്ഷണം അദ്ദേഹം കഴിക്കുമ്പോൾ നമ്മളും കഴിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മളിരുന്ന് അദ്ദേഹം കഴിക്കുമ്പോ നമ്മളും ഇങ്ങനെ ആംഗ്യം കാണിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്ക് ഫഖൂമി ഇല സിറാജി ഹത്താ തുത്ഫിഇ, നീ വേഗം വിളക്കിന്റെ അടുത്തേക്ക് പോയിട്ട് വിളക്കങ്ങ് ഊതിക്കള കെടുത്തി കളയണം. അങ്ങനെ ആ ഗസ്റ്റിനെ കൊണ്ടുവരികയാണ്. ആ ഗസ്റ്റ് വരുമ്പോൾ വീട്ടിൽ വെളിച്ചമുണ്ട്, ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ കാലിപ്പാത്രമാണ്, അതിഥിയുടെ മുമ്പിൽ മാത്രമാണ് ഉള്ള ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നത്. കഴിക്കാൻ ആവശ്യപ്പെടുന്നു, ആ അതിഥി എടുത്ത് കഴിക്കുന്നു. വീട്ടുകാരനും കഴിക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുമ്പോൾ ഭാര്യ പോയി വിളക്കണക്കുന്നു. അങ്ങനെ ആ പാത്രത്തിലുള്ളത് മുഴുവനും ആ അതിഥിയെ കൊണ്ട് തീറ്റിക്കുന്നു. കുട്ടികള് പട്ടിണിയിലാണ്, താൻ പട്ടിണിയിലാണ്. സഹോദരന്മാരെ, ലോക ചരിത്രത്തിൽ ഇതിനൊന്നും തുല്യതയുണ്ടാവില്ല, ഇതിനൊന്നും തുല്യതയുണ്ടാവില്ല. അത്രത്തോളം ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ പിറ്റേന്ന് ഈ സഹാബിയെ കാണുന്ന അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, ഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ ബിളൈഫികുമൽ ലൈലത, നിങ്ങളുടെ ഇന്നലത്തെ ഗസ്റ്റിനോട് നിങ്ങൾ പെരുമാറിയ പ്രവർത്തനം അല്ലാഹ് കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. പടച്ച റബ്ബിന്റെ അടുക്കൽ വല്ലാത്ത അവന്റെ റെക്കോർഡിൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം എഴുതപ്പെട്ടിരിക്കുന്നു എന്നാ സഹാബിയോട് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതേ മുസ്ലിം ലോകത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം കാര്യത്തെ കഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതിന് പോലും കൊടുക്കാൻ മനസ്ഥിതിയില്ലാത്തവരാണ് നമ്മൾ. അതേ, അവരുടെ ജീവിതം എന്താണ്? അവര് പോയ സ്വർഗത്തിലേക്കാണ് പോകാൻ നോക്കുന്നത്. പക്ഷേ അവരുടെ 1000 മൈലെത്താൻ നമ്മൾ യോഗ്യരല്ലെങ്കിലും അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ആവശ്യമുള്ള ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഈമാനിന്റെ ഭാഗമാകുന്നു. എത്രത്തോളം ഇന്ന് മനുഷ്യൻ വരുത്തി വെക്കുന്ന ദുരന്തങ്ങൾ എത്രയാണ്! അവനവന്റെ മോഹം മാത്രമാണ് ചെയ്യുന്നത്, അവനവന്റെ വാശിയാണ് ചെയ്യുന്നത്, അവനവന്റെ ഇഷ്ടങ്ങളാണ് ചെയ്യുന്നത്, മറ്റുള്ളവന്റെ കാര്യമല്ല നോക്കുന്നത്. അതേ, അതല്ലേ ഈ 2 ദിവസം മുമ്പ് നടന്ന ദുരന്തത്തിന്റെ കാരണമായത്? ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചില്ലേ സഹോദരന്മാരെ? എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങളൊക്കെ വായിച്ചവരാണ്. അതേ, ആ ദുരന്തം 10-20ഓളം വീടുകളെ അതേ കിലോമീറ്ററുകളോളം ചുറ്റളവിലാണ് തകർത്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ്. ആ മരണപ്പെട്ടവരിൽ നമ്മുടെ ഷാർജയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഒരുപാട് നമ്മുടെ പരിചയക്കാരുടെ മക്കളുണ്ട്, അതേ ബന്ധപ്പെട്ടവരുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, ഏത് മതക്കാരായിരുന്നാലും എല്ലാവരുമുണ്ട്. അവരിൽ മഗ്ഫിറത്തിന് അർഹതപ്പെട്ട ആളുകൾക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വഹദാനിയത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച സർവ്വ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, ആ അപകടത്തിന്റെ ആ ദുരന്തം എത്രയാണ്! 90%, 95%, 80% ഒക്കെ പൊള്ളലേറ്റുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലുകളിലെ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ കഴിയുകയാണ് നമ്മുടെ സഹോദരങ്ങൾ, ഉമ്മമാര്, പെങ്ങന്മാര്, കുഞ്ഞുകുട്ടികൾ. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ ശിഫ നൽകുമാറാകണമേ. അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ ഞങ്ങൾ പെടാതിരിക്കണമേ. ആലോചിക്കണം സഹോദരന്മാരെ, എന്താ സംഭവിച്ചത്? പൊട്ടിത്തെറി നടന്നത് എങ്ങനെയാണാ പറയുന്നത്, പത്രങ്ങൾ പറയുന്നത്? ടാങ്കർ ലോറി മറിഞ്ഞു. ബാക്കിലെ ടാങ്കർ ലോറിയിൽ വരുന്നയാള് ഡ്രൈവർ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ആരും അടുത്തേക്ക് സമീപിക്കരുത്, ഒരു വാഹനവും അതിലൂടെ കടന്നു പോകരുത്. അദ്ദേഹത്തിന് കഴിയാവുന്നത്ര ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. നാട്ടുകാരൊക്കെയും സഹകരിച്ചു, എല്ലാ ആളുകളും സഹകരിച്ചു. ആ ടാങ്കർ ലോറി 10:45 മറിഞ്ഞു വീണതെങ്കിൽ 11:5
5, 11, 10 പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എന്താണ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? എല്ലാ ആളുകളും പറഞ്ഞത് കേട്ടു. ഏതോ ഒരു മനുഷ്യ പിശാച് ഒരു ബൈക്കുമായി കൊണ്ടതിരെ വരികയാണ്. എല്ലാവരും അയാളോട് പറഞ്ഞു, അതിലേക്ക് കടന്നു പോകരുത്. ബൈക്കിന്റെ റീസ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു മോട്ടോർ വാഹനവും അതിന്റെ സമീപത്തു കൂടെ പോകാൻ പാടില്ല. ഫ്ലാഷ് ലൈറ്റ് മിന്നാൻ പാടില്ല, മൊബൈൽ അടിക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, ടോർച്ച് തെളിക്കരുത്, തീപ്പെട്ടി ഉരസരുത്, ഗ്യാസ് ലൈറ്റർ ഓൺ ആക്കരുത്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി എല്ലാവരും അനുസരിച്ചപ്പോഴും ഏതോ ഒരു പിശാച്, അതേ അവന്റെ ആ ഒരു വാശി, അവന്റെ ഒരു പ്രത്യേകമായ തന്റെ ആഗ്രഹം നടക്കണം, എന്റെ ഉദ്ദേശം നടക്കണം എന്ന നിലക്ക് അവൻ ആ ടാങ്കർ ലോറിയുടെ സമീപത്തുകൂടെ ബൈക്കോടിച്ചു പോകുന്നു. അവനങ്ങ് കടന്നുപോയ ഉടനെ ശക്തമായ ശബ്ദത്തോടെ 10 കിലോമീറ്റർ ചുറ്റളവിലും കാണുന്ന നിലക്കുള്ള തീഗോളങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് ടാങ്കർ കത്തിയമരുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, അവനവന്റെ കാര്യത്തിൽ പോലും മാറ്റിവെച്ചുകൊണ്ട് ലോകത്ത് മനുഷ്യരെ സ്നേഹിച്ച ഹബീബിന്റെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന്റെ ഒക്കെ ചരിത്രം കേൾക്കുമ്പോ ഏത് പിശാച്ചാണ് ഇത് ചെയ്തത്? ആരാണിത് ചെയ്തത്? ആരാണ് ഇതിന് നിമിത്തമായത്? ദുരന്തങ്ങളൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, നടക്കേണ്ടത് നടക്കും. പക്ഷേ നമ്മളോട് ഓരോരുത്തരോടും ഓരോ പ്രത്യേകമായ കാവൽ മാർഗം സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ലേ? ചെയ്യേണ്ട രൂപത്തിലുള്ള സുരക്ഷിതങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ബാക്കി തവക്കുലാക്കേണ്ടത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ ഒരു വാശി, മനുഷ്യന്റെ ഒരു പ്രത്യേകമായ സ്വാർത്ഥത, എന്റെ ആഗ്രഹം നടക്കണം, അതാർക്ക് അപകടം പറ്റിയാലും വേണ്ടില്ല, ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല. അപകടം നടന്നിടത്ത് പോയി ഫ്ലാഷ് ലൈറ്റ് അത് മൊബൈലിൽ പകർത്താൻ തയ്യാറുള്ള ആളുകൾ മരണത്തോട് പടഞ്ഞുകൊണ്ട് പൊള്ളി റോട്ടിൽ കിടക്കുമ്പോൾ പോലും അത് മൊബൈലിൽ പകർത്താൻ തിരക്ക് കൂട്ടുന്ന പിശാചുക്കളില്ലേ, മറ്റുള്ള ആളുകളില്ലേ? എന്ത് മനുഷ്യത്വമാണ് ലോകത്ത് നിലനിൽക്കുന്നത്? അവിടെയാണ് ഇസ്ലാം പറയുന്നത്, സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, റബ്ബേ നിന്റെ അടിമകളാണ് എല്ലാവരും, മനുഷ്യത്വം മരവിച്ചു പോയിട്ടില്ലാത്ത മനുഷ്യന്മാര് ആ നിലക്ക് പ്രവർത്തിക്കുമ്പോൾ ലോകത്ത് ഇന്നും കാട്ടാളന്മാരുണ്ട്, പിശാചുക്കളുണ്ട്, ഒരു നിലക്കും നീരുറവ ഹൃദയത്തിൽ ഒരിക്കലും കാരുണ്യമില്ലാത്ത ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, സ്വാർത്ഥത വരുത്തി വെച്ചൊരു വിനയായിരുന്നു അത്. സ്വാർത്ഥത നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അയാളുടെ ബൈക്കിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്തപ്പോഴോ അയാൾ മൊബൈൽ എടുത്തോ, അതിന്റെ അടുത്ത് പോയിട്ട് എടുത്തോ, ഒന്നും അറിയില്ല. എന്താ കാരണം? ഒന്നുകിൽ മൊബൈലിൽ നിന്ന് വന്ന ഫ്ലാഷ്, ആ ലൈറ്റ്, അല്ലെങ്കിൽ ഇയാളുടെ ബൈക്കിൽ നിന്നുണ്ടായ പൊരി. രണ്ടിലേതോ ഒരു കാരണം എന്നാണ് ഇപ്പൊ കണ്ടെത്തുന്നത്. അല്ലാഹു അഅലം. അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. എത്ര മരണങ്ങളാ പ്രിയമുള്ളവരെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടത്, എത്രയാ നമ്മൾ കേട്ടത്. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമികമായ ആദർശങ്ങളെ കറകളഞ്ഞ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എപ്പോഴും മരണം വരും എന്ന ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ വാശിയും താല്പര്യവുമല്ല, അള്ളാഹുവിന്റെ പ്രത്യേകമായ മഹബത്താണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കുള്ള സ്വാർത്ഥതകൾ കൈവടിഞ്ഞുകൊണ്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം നിലനിർത്തണം. നമ്മളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ റബ്ബ് നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വാർത്ഥതയുടെ നേരെ വിപരീതമാണ് അശ്വഹ്, ലുബ്ധത, പിശുക്ക്, ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വെക്കൽ, ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ഇരിക്കൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ യജ്തമിഉ ശുഹ്ഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. ഒരാളുടെയും ഹൃദയത്തിൽ, ഒരടിമയുടെയും ഹൃദയത്തിൽ ഈമാനും ഈ ശുഹ്ഹും ഒരുമിച്ച് കൂടുകയില്ല. ഒരു നല്ല കാര്യത്തിലേക്കും ചെലവഴിക്കാതെ എല്ലാം പിടിച്ചു വെക്കുന്ന ഒരു പ്രവണത ഈമാനിന് വിരുദ്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഇയ്യാകും ബശുഹ ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിശുഹ് അമറഹും ബിൽ ബുഖിൽ ഫബഖിലു വഅമറഹും ബിൽ ഖതിയതി ഫഖതഉ വഅമറഹും ബിൽ ഫുജൂരി ഫഫജറു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഈ എല്ലാം അടക്കി വെക്കുന്ന, എല്ലാം പിടിച്ചു വെക്കുന്ന, അല്പവും ചെലവഴിക്കാത്ത സ്വഭാവം നിങ്ങൾ മാറ്റിവെക്കണം. ഇതിന് നിങ്ങൾ സൂക്ഷിക്കണം. മുൻഗാമികളെ അതാണ് ബാധിച്ചത്, അതവരെ നശിപ്പിച്ചു.
അവര് പിശുക്ക് കാണിച്ചു. നല്ല കാര്യത്തിൽ മാത്രമാണ് പിശുക്ക് കാണിച്ചത്. നന്മയുടെ മാർഗത്തിലേക്ക് അവരൊന്നും ചെലവഴിച്ചില്ല. അതേ അവസരത്തിൽ അവരുടെ ആ ചിന്താഗതി അവരോട് കുടുംബബന്ധം മുറിക്കാൻ കൽപ്പിച്ചപ്പോൾ അവരതിനുവേണ്ടി കുടുംബബന്ധവും മുറിച്ചു. അതുപോലെ തന്നെ തോന്നിവാസത്തിന് കൽപ്പിച്ചപ്പോൾ തോന്നിവാസത്തിന് ചെലവഴിക്കാൻ ഒരു മടിയുമില്ല. തോന്നിവാസത്തിന് എത്രായിരവും ചെലവഴിക്കാൻ മടിയില്ല. നന്മക്ക് വേണ്ടി 5 കാശ് പോലും ചെലവഴിക്കാൻ മടി കാണിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളെ അത് നശിപ്പിക്കും, അത് നിങ്ങളുടെ ഈമാനിനെ തകർക്കും. ആര് തന്റെ മനസ്സിലുള്ള ഈ ഒരു ദുഷിച്ച ചിന്താഗതിയെ കാത്തു സൂക്ഷിക്കുന്നുവോ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് മാത്രമാകുന്നു വിജയികൾ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി നമ്മുടെ സ്വഭാവ രംഗത്ത് ഈ ഒരു പ്രത്യേകമായ കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കണം, വളരെയേറെ ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് മരണം മാടി വിളിക്കുക എന്നറിയില്ല. എത്രയോ മരണങ്ങൾ ഈ പെരുന്നാളിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ടൂർ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോഴുള്ള മരണങ്ങൾ, സലാലയിലുണ്ടായ വലിയ ദുരന്തങ്ങൾ, ഒരു ദിവസത്തെ പത്രം പോലും മരണവാർത്തകൾ കേൾക്കാതെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഞെട്ടി ഉണരുകയാണ് പല സന്ദർഭങ്ങളിലും. ഓരോന്നും വായിക്കുമ്പോൾ അതിന്റെ ഓർമ്മകൾ നമ്മുടെ സ്വപ്നങ്ങളിൽ കയറി മറിയുകയാണ്. അത്രത്തോളം ഭീകരമായ മരണങ്ങൾ, അത്രത്തോളം വലിയ ദുരന്തങ്ങൾ ഇത് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരും വിചാരിക്കുന്നതല്ല, രക്ഷയ്ക്ക് വേണ്ടിയാണ് ഓടിയത്. നമ്മുടെ സഹോദരന്മാരാ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനാ? മരണത്തിൽ നിന്നാ ഓടിയത്. പക്ഷേ ടാങ്കർ ദുരന്തത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടോളൂ എന്ന് പറയുമ്പോൾ തീഗോളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അപ്പോഴേക്ക് വന്ന് തീ വിഴുങ്ങിക്കളഞ്ഞു. ഈ ദുരന്തമൊക്കെ എവിടെയും സംഭവിക്കാൻ പ്രിയമുള്ളവർ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഏറ്റവും വലിയ പ്രാധാന്യമുള്ള നമുക്കാവശ്യമുള്ള നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഉണ്ടാകരുത്. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, കാതുകളെ സൂക്ഷിക്കണം. ഗീബത്ത് നമീമത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, ഫസാദുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, കുഴപ്പങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ദീനിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടേ മനസ്സിലാക്കി പറയാവൂ. തെറ്റിദ്ധാരണകളുടെ പിന്നാലെ പോകരുത്. നമ്മുടെ പരലോകം വളരെ പ്രധാനമാണ്. ആ ഒരു ബോധത്തോടുകൂടി എല്ലാ ആളുകളും ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് എല്ലാവരോടും ഉണർത്തുകയാണ്. സർവശക്തനായ നാഥൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് എന്തൊക്കെ സ്വഭാവം വേണമെന്ന് ഖുർആൻ പറഞ്ഞുവോ അതൊക്കെ നിലനിർത്താൻ തൗഫീഖ് ലഭിക്കപ്പെടുന്ന വലിയവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദുരന്തങ്ങളിൽപ്പെട്ട മഗ്ഫിറത്തിന് അർഹരായ മുവഹിദുകളായ ആളുകൾക്ക് അല്ലാഹു പരലോക മോക്ഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ആസ്പത്രികളിലും വീടുകളിലും കഴിയുന്ന രോഗികൾ അല്ലാഹുവേ നീ അവർക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നാഥാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് തുണയാകണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.